നമസ്കാരം സർ. എമ്പുരാൻ നമസ്കാരം. സിനിമയെ കുറിച്ചുള്ള ചർച്ചകളാണ് വാർത്താ മാധ്യമങ്ങളിലൊക്കെ നടക്കുന്നത്. നമുക്ക് സംസാരിക്കേണ്ടത് എമ്പുരാൻ പറഞ്ഞ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ പൊളിറ്റിക്സ് ഇതൊന്നുമല്ല. എനിക്ക് സാറിനോട് ചോദിക്കാനുള്ളത്, സെൻസർ ബോർഡിൽ നിന്നും ക്ലീൻ യുഎ സർട്ടിഫിക്കറ്റ് എമ്പുരാന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കേരള സ്റ്റോറിക്കും പുഴ മുതൽ പുഴ വരെ എന്നുള്ള സിനിമയ്ക്കും അലി അക്ബർ എന്ന രാമസിംഹനും ഒന്നും കിട്ടാത്ത ഒരു 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 തരം ഒരു ഒരു നീതിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം എങ്ങനെ എമ്പുരാന് കിട്ടി സെൻസർ ബോർഡിന്റെ ഭാഗത്ത് നിന്ന് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൽ കൂടുതലായി താങ്കളുടെ ഒരു വിശകലനം. എൻ്റെ ഒരു അസംഷൻ ആയിരുന്നു ഈ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കിട്ടിയത് ഈ മലയാളം സിനിമയ്ക്ക് ബോംബെ എന്നാണെന്ന് വിചാരിച്ചു. ഇത് കുറെ ലാംഗ്വേജിൽ ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇത് മുംബൈയില് സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ് പാസ് ചെയ്തതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ സർട്ടിഫിക്കറ്റ് ഇന്ന് കാലത്ത് ഒരു മാധ്യമപ്രവർത്തക കേരളത്തിൽ എനിക്ക് അയച്ചു തന്നു ഈ സർട്ടിഫിക്കറ്റ്. ഇതുപോലെ സുരേഷ് സാർ ഇതിനെപ്പറ്റി സാറ് പറയണമെന്ന്. ശരിക്കും ഷോക്കിംഗ്. അതിൽ BJP-ക്കാരുണ്ട് 3 പേര്, 3-4 പേരുണ്ട്. ഇവരെന്ത് ചെയ്യായിരുന്നു? ഇവർ സിനിമ ശരിക്കും കണ്ടുവോ? അതിലെ വയലൻസ് കണ്ടിട്ട് ഇവർ ഒരു അഡൽട്ട് സർട്ടിഫിക്കേഷൻ മോൾക്ക് കൊടുത്തില്ല. കുട്ടികൾക്ക് മോൾക്ക് കാണാം ആ സിനിമ വിത്ത് പേരന്റൽ കൺസെന്റ് എന്നൊക്കെ പറഞ്ഞു. അതെന്ത് എല്ലാവർക്കും അറിയാം എന്താണെന്നുള്ളത്. പക്ഷെ എനിക്ക് ചോദിക്കാനുള്ളതാണ്, ഈ ഒരു സിനിമ കാണുമ്പോൾ ഞാൻ അവിടെ അതിനെപ്പറ്റി ശരിക്കൊരു എന്താ പേഴ്സണലായിട്ട് എക്സ്പീരിയൻസ് ചെയ്താണ്. ഒരു കൊല്ലം മുമ്പ് ഞങ്ങൾക്ക് അവിടെ ഒരു സിനിമ ഉണ്ടായിരുന്നു, റസാക്കാർ എന്ന്. നമുക്ക് എല്ലാവർക്കും അറിയാം റസാക്കാർസ് ആണ് നിസാമിന്റെ ഒരു പ്രൈവറ്റ് ആർമിയെ, മുസ്ലിം ആർമി, ഇസ്ലാമിക് ആർമി. അവർക്ക് ഹൈദരാബാദ് സ്റ്റേറ്റ്, അന്നത്തെ ഹൈദരാബാദ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ബംഗ്ലാദേശിന്റെ ഷേപ്പ് ഉള്ളത് ഇന്ത്യയുടെ നടുക്കിലിരിക്കുന്ന മഹാരാഷ്ട്ര വരെ, ഇത് എന്താ പറയുക വിജയവാഡ വരെ, പിന്നെ ചെന്നൈ വരെ, ഇപ്പുറത്ത് ബെല്ലാരി വരെയുള്ള ഒരു ഹൈദരാബാദ് സ്റ്റേറ്റ് ആയിരുന്നു നിസാമിന്റെ അണ്ടറിൽ. 47 ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ ഇന്ത്യ പറഞ്ഞു, അന്നത്തെ ഇന്ത്യൻ ഗവൺമെന്റ് പറഞ്ഞു, നിങ്ങൾ ഞങ്ങളുടെ കൂടെ ചേരണം എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞ് നിസാം ഒരു പ്രൈവറ്റ് ആർമി തുടങ്ങി. അതിന്റെ പേരായിരുന്നു റസാക്കാർ. അവര് ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു, ഹിന്ദുക്കളെ കൊന്നു, സ്ത്രീകളെ റേപ്പ് ചെയ്തു, കുട്ടികളെ കൊന്നു, ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു കാര്യം. പക്ഷെ അതിന്റെ ഒരു സിനിമ എടുത്തു വരുന്നു റസാക്കാർ എന്ന് പറഞ്ഞാൽ. ഗൂഡൂർ നാരായൺ റെഡ്ഡി എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒരു BJP-യുടെ ഒരു നേതാവാണ്, അതിന്റെ പ്രൊഡ്യൂസർ. അദ്ദേഹം സിനിമ എടുത്തിട്ട് 6 മാസം അദ്ദേഹത്തിന് വെള്ളം കുടിപ്പിച്ചു അവിടുത്തെ സെൻസർ ബോർഡ്. അവസാനം അദ്ദേഹം എന്നെ വന്ന് കണ്ടുപോലെ, സുരേഷ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന്. ഞാൻ ശരി എന്നിട്ട് ഞാൻ സെൻസർ ബോർഡിന്റെ അവിടുത്തെ ഓഫീസിൽ, IFS ഓഫീസറാണ് അതിന്റെ ഒരു സെൻസർ ബോർഡിൽ ഇരിക്കുന്നത്. അവരുടെ പേര് ഞാൻ പറയുന്നില്ല അവിടെ. പക്ഷെ അവരെ ഞാൻ പോയി കണ്ടു. ഗുഡൂർ നാരായൺ റെഡ്ഡി എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാൻ വന്ന് സിനിമ റിലീസ് ചെയ്യാൻ ഞങ്ങൾ 2 ആഴ്ച കഴിഞ്ഞ് ഞങ്ങൾ ഡേറ്റ് എടുത്തിട്ടുണ്ട് തിയേറ്ററിൽ നിന്ന്. നിങ്ങൾ സിനിമ പാസ് ചെയ്തു. അത് ഒരു MP ഒബ്ജക്ട് ചെയ്തു. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു MP ഒബ്ജക്ട് ചെയ്തിട്ടുണ്ട്, ബിനോയ് വിശ്വം. ബിനോയ് വിശ്വം ഈ സിനിമ കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല. ഇവിടുന്ന് ആരോ എഴുതി കൊടുത്തയച്ചു. ബിക്കോസ് സിനിമ എക്സിബിറ്റ് ചെയ്തിട്ട് തന്നെ ഇല്ലായിരിക്കും, സെൻസർ ബോർഡ് തന്നെ കണ്ടിട്ടില്ല. ഇങ്ങനെയാണ് ബിനോയ് വിശ്വത്തിന് സിനിമയെ പറ്റി അറിയാം. ഒരു MP കത്ത് എഴുതി കഴിഞ്ഞാൽ സിനിമ തടഞ്ഞു നിർത്താൻ പറ്റും. അങ്ങനെയാണ് ഈ സിനിമ തടഞ്ഞു നിർത്തായിരുന്നില്ല എമ്പുരാൻ. എനിക്കത് ചോദിക്കാനുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരു MP-യെ കൊണ്ട് നിങ്ങൾ ചെയ്ത് നാളെ BJP-യുടെ അടുത്ത്, അന്ന് BJP-യുടെ അടുത്ത് 302 MP-മാരുണ്ടായിരുന്നു. അവര് കത്ത് എഴുതി കഴിഞ്ഞാൽ 302, അപ്പൊ നിങ്ങൾ പാസ് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പൊ അവരെ മൂഡ് മാറി. അവർ ഇമ്മീഡിയറ്റ് പറഞ്ഞു, ഇല്ല സാർ, ഞാനിത് 4 ദിവസത്തിൽ പാസ് ചെയ്ത് തരാം. നല്ല കാര്യം. 4 ദിവസത്തിൽ സർട്ടിഫിക്കറ്റ് തന്നു. 5-ാമത്തെ ദിവസമാണ് സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തന്നു. അത് ഒരു 5-6 കട്ട് പറഞ്ഞു. അത് ഞങ്ങൾ അഗ്രി ചെയ്തു. പോട്ടെ, അത് സിനിമ എങ്ങനെ റിലീസ് ചെയ്യണമെന്നായിരുന്നു. പക്ഷെ അതിന് വെള്ളം കുടിപ്പിച്ചു ഞങ്ങൾ ശരിക്കും. അതിന്റെ ഹിന്ദി ലാംഗ്വേജ് ഡബിങ് പിന്നെയും പോസ്റ്റ്പോൺ ചെയ്തു. വേണമെന്ന് വെച്ചാൽ എനിക്ക് തിയേറ്റർ റിലീസ് എനിക്ക് 2 ആഴ്ച പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വന്നു. അവസാനം സിനിമ 54 കോടി കൊടുത്തുണ്ടാക്കിയ സിനിമ കാശുണ്ടാക്കിയില്ല. ബിക്കോസ് വേറെ നല്ല റിലീസിന്റെ ഡേറ്റ് മാറി പോയപ്പോൾ പിന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ത്രെറ്റൻ ചെയ്തു. ഹൈദരാബാദിലാവട്ടെ, ചെന്നൈയിലാവട്ടെ, ഈവൻ ഡൽഹിയിലാവട്ടെ, ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ത്രെറ്റൻ ചെയ്ത് നിങ്ങൾ കാണിക്കാൻ പാടില്ല, അത് മുസ്ലിംസിന്റെ അഗെയിൻസ്റ്റ് ആണ്, അതാണ്. ഞാൻ ഇത് പറയാൻ കാരണം, ഇതാണ് സെൻസർ ബോർഡിൽ നടക്കുന്നത്. സെൻസർ ബോർഡിൽ 4 പേരിരുന്ന് കാണേണ്ട സിനിമ 5 പേരിരുന്ന് കാണേണ്ട സിനിമ. ഞാനന്ന് പോയിരുന്നു. ഞാൻ ഈ സെൻസർ ബോർഡ് അവിടുത്തെ പ്രസാദ് ഫിലിം ലാബ് ഈ ഫിലിം സിനിമ കാണുന്ന സമയത്ത്, റസാക്കാർ സിനിമ അവർ കാണുമ്പോൾ ഞാൻ അതിന്റെ കൂടെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്യായിരുന്നു. എൻ്റെ അടുത്ത് വന്ന് പുറത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഞാനും മാധ്യമപ്രവർത്തനം, എനിക്ക് ഇതിനെ സിനിമയെ പറ്റിയിട്ട് ഞാനൊരു പേഴ്സണൽ ഇൻവോൾവ്മെന്റ് ഒന്നും ഇല്ല. പക്ഷെ ഞാനിത് നിങ്ങളുടെ ഒബ്ജക്ഷൻ കേൾക്കാനാ വന്നേക്കണേന്ന് പറഞ്ഞു. അവരെല്ലാ സിനിമ കണ്ടു, ഞങ്ങൾക്ക് ഒരു ഒബ്ജക്ഷനും ഇല്ല. ഞാൻ അവിടെ തന്നെ ഇരുന്നു 2-2.5 മണിക്കൂർ പുറത്ത് തന്നെ ഇരുന്നു പ്രിവ്യൂ തിയേറ്ററിൽ. ഇവരെന്താ പറയണം, എനിക്കിത് കാണണം എന്നാണ്. എനിക്കിത് ചോദിക്കാല്ല, കേരളത്തിൽ എത്രയോ BJP റൈറ്റ് വിങ് മാധ്യമപ്രവർത്തകരുണ്ടായിരുന്നില്ല. ഇവരൊക്കെ എന്ത് ചെയ്യായിരുന്നു? ഇവർക്ക് അറിഞ്ഞൂടെ ഈ സിനിമ വരുന്നുണ്ടെന്ന്? സിനിമ ഇറങ്ങിക്കഴിഞ്ഞ് ഈവൻ BJP-യുടെ നേതാക്കളൊക്കെ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ് ട്വീറ്റ് ചെയ്താണ്, രാജീവ് ചന്ദ്രശേഖർ ഇവരൊക്കെ. ഇപ്പൊ ഇവരെല്ലാം കാലുമാറി. ഇപ്പൊ ഇവരെല്ലാം പറയുന്നത് സെൻസർ ബോർഡിൽ ഉണ്ടായിരുന്ന RSS ആരാണ് ഇതിനെ എതിർക്കാണ്ടിരുന്നത്. അപ്പൊ RSS-ന് തലയിലിട്ടു. പക്ഷെ നമ്മളെ ലിസ്റ്റ് നോക്കുമ്പോൾ ഈ പേരുകൾ, അതിൽ 3 പേര് BJP-ക്കാരാണ്.
ഇവരെന്താ ചെയ്തത്? എനിക്ക് ബലമായ സംശയം, ഒന്നും ഇവർ സിനിമ കണ്ടിട്ടില്ല. ഇവർ മോഹൻലാലിന്റെ കൂടെ ഒരു സെൽഫി എടുക്കാനോ അല്ലെങ്കിൽ പൃഥ്വിരാജിന്റെ എന്താ പറയുക ഒരു ഗ്ലാമർ കണ്ടിട്ടോ ഇവർ ഈ സിനിമ പാസ്സാക്കിയില്ല. സിനിമ കാണാണ്ട്. അല്ലെങ്കിൽ എനിക്ക് നോട്ട്സ് കാണണം. ഇവർ അവിടെ നിന്ന് എഴുതി നോട്ട്സ് എഴുതും. ഇവർ സിനിമ ചെയ്യുമ്പോൾ ഓരോരോ സീൻ എന്തെങ്കിലും ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നിർത്തി ഇവർ നോട്ട്സ് എഴുതും. എന്നിട്ടാണ് പ്രൊഡ്യൂസറിനെ വിളിക്കുക അല്ലെങ്കിൽ ഡയറക്ടറെ വിളിച്ച് ക്ലാരിഫിക്കേഷൻ ചോദിക്കുക. ഇവർ ചോദിച്ചിട്ടുണ്ട് ഈ ക്ലാരിഫിക്കേഷൻ, ഈ ഡയറക്ടറിന്റെ അടുത്ത് ക്ലാരിഫിക്കേഷൻ ഈ സിനിമ അത് ആന്റി പെരുമ്പാവൂർ ആവട്ടെ അല്ലെങ്കിൽ പൃഥ്വിരാജ് ആവട്ടെ ആരായാലും ആവട്ടെ ഇവരുടെ അടുത്ത് ക്ലാരിഫിക്കേഷൻ ചോദിച്ചിട്ടുണ്ട്. എനിക്ക് ആ നോട്ട്സ് കാണണം. എനിക്ക് എന്റെ ബലമായ സംശയം ഇത് കാശ് വാങ്ങിച്ച് പാസ് ചെയ്ത സിനിമയാണ്. കോടികൾ വാങ്ങിച്ചിട്ടുണ്ട്. ബിക്കോസ് 100 കോടി കളക്ഷൻ ഫസ്റ്റ് 2 ദിവസം എന്നൊക്കെ പറയുമ്പോൾ എത്ര കാശ് ഇതിന് ചെലവാക്കിയിട്ട് പ്രൊമോന് വേണ്ടി നമുക്കറിയാം. ഇവരെ കൊണ്ട് NDTV സ്റ്റുഡിയോയിലും ടൈംസ് നൗവിന്റെ സ്റ്റുഡിയോയിലൊക്കെ കൊണ്ടേയിരുത്തി മോഹൻലാലിനെയും പൃഥ്വിരാജിനെയൊക്കെ ഇരുത്തി ഇന്റർവ്യൂ ഒക്കെ നടത്തി അതിന് കോടികൾ കൊടുക്കണം. ഫ്രീ അല്ല കേട്ടോ അത്. നമ്മുടെ വിചാരം നവിക കുമാർ പൃഥ്വിരാജിന്റെ അടുത്ത് മോഹൻലാലിന്റെ അടുത്ത് വർത്താനം പറഞ്ഞത് ഫ്രീ ആണ്. അല്ല, അതിന് കാശ് കൊടുക്കണം. എന്റെ ഫ്രണ്ട്സ് ഉണ്ട്, ഇതേ ചാനലിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട്, അവർ പറഞ്ഞിട്ടുണ്ട് കാശ് കൊടുത്തിട്ടാണ് ഈ പ്രൊമോ ചെയ്യിപ്പിക്കുന്നത്. ബിക്കോസ് ഓരോ സിനിമയ്ക്ക് ഒരു മാർക്കറ്റിംഗ് എക്സ്പെൻഡിച്ചർ ഉണ്ടാവും, അതിൽ ഇതൊക്കെ ഇൻക്ലൂഡഡ് ആണ്. ഓക്കെ, അപ്പൊ ഈ പറഞ്ഞ മാതിരി ഇവര് ഈ നടത്തിയ ഹൈപ്പില് ഇവർക്ക് ആ സിനിമ റിലീസ് ചെയ്തേ പറ്റൂ. ഓൾറെഡി ഡിലേ ആയ സിനിമയാണ്. എനിക്ക് സംശയം, ഒന്നിലോ ഈ BJPക്കാർ ആ ബോർഡിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ നേരെ ആക്ഷൻ എടുക്കണം. പക്ഷെ ഇത് എടുക്കുമ്പോൾ എന്താ പറയാ അറിയോ, കണ്ട സെൻസർ ബോർഡിലൊക്കെ BJPക്കാരെ കയറ്റി കുത്തിക്കുകയാണ്. അതൊരു പോയിന്റ് ഉണ്ടാവും. ശരി, ഉണ്ടായിക്കോട്ടെ. കശ്മീർ ഫയൽസിൽ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഓർമ്മയുണ്ടാവും. സർക്കാർ ഉൻകി ഹോഗി സിസ്റ്റം ഹമാറാ ഹൈ. സർക്കാർ അവരുടെ ആയിരിക്കും, പക്ഷെ സിസ്റ്റം ഇപ്പോഴും ഇടതുപക്ഷക്കാർ തന്നെയാണ് അവിടെ കയറിയിരിക്കുന്നത്. ലെഫ്റ്റ് വിങ് ആണ് നമ്മുടെ എല്ലാ അക്കാഡമിക് തൊട്ട് നമ്മുടെ സെൻസർ ബോർഡിലും നമ്മുടെ നാഷണൽ അവാർഡ്സിലും എല്ലാം കയറിയിരിക്കുന്ന ഇവരാണ്. കോൺഗ്രസ്സുകാരുടെ സമയത്തും കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു അവിടെ ഇരുന്നത്. അവരാണ് നമ്മുടെ അക്കാഡമിക്സ് മൊത്തം ഹൈജാക്ക് ചെയ്തുകൊണ്ട് അവരാണ് നമ്മുടെ ഹിസ്റ്ററി ബുക്കെല്ലാം മാറ്റി എഴുതി. റൊമില താപ്പാറും ഇർഫാൻ ഹബീബ്മാരിലാണ്. എനിക്ക് ബലമായ സംശയം ഈ BJPക്കാർ ഈ 5 പേർക്ക് ഒരു ഷോ കോസ് നോട്ടീസ് ഇഷ്യൂ ചെയ്തു. അമിത്ഷാ പേഴ്സണലി കേസ് ഫയൽ ചെയ്യണം പൃഥ്വിരാജിന്റെ നേരെ. പൃഥ്വിരാജിന് ജയിലിൽ അടക്കണം. ഞാൻ പറയണേ എന്തറിയോ, അമിത്ഷാന് ഡയറക്റ്റ് ആയിട്ട് അക്യൂസ് ചെയ്തൊക്കെയാണ് ഈ സിനിമയിൽ, പേര് പറയാണ്ട്. ഒരു ഹോം മിനിസ്റ്റർ അതുമാതിരി. അത് മാത്രമല്ല, ഇന്നലെ തൊട്ട് നാഷണൽ ലെവൽ ചാനൽ ഡിബേറ്റ് എന്തായിരുന്നു അറിയോ, BJPക്കാർ പോർട്ടെല്ലാം പിടിച്ചെടുക്കുന്നു, നമ്മുടെ തുറമുഖമെല്ലാം പിടിച്ചെടുക്കുന്നു സ്മഗ്ലിങ്ങിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ട്. അതിന്റെ അർത്ഥം അദാനിയാണ് പറയുന്നത്. അദാനിക്ക് പോർട്ടുണ്ട്, ബോംബെയുടെ അടുത്ത് പോർട്ടുണ്ട്, ഒന്ന് ഗുജറാത്തില്, പിന്നെ ഒന്ന് വിഴിഞ്ഞുണ്ട്. അപ്പൊ ഈ പോർട്ടുകളെല്ലാം BJPക്കാർ പിടിച്ചെടുത്തിട്ട് സിനിമയിൽ കാണിച്ച മാറി തന്നെ ചെയ്യണം. കോൺഗ്രസ്സുകാർ ഇന്നലെ വൈകുന്നേരം തൊട്ട് ക്യാമ്പയിൻ തുടങ്ങിക്കഴിഞ്ഞു. ഇത് BJP ഈസി ആയിട്ട് എടുക്കാൻ പാടില്ല. അമിത്ഷാ അതുമാതിരി EDയും ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെയും CBIനെയും ബാക്കിയുള്ള ഏജൻസീസിനെയൊക്കെ ഇവർ കാണിച്ചിരിക്കുന്ന ഓരോ എന്താ പറയുക തെറ്റായ ഓരോ ഇത് കാണിച്ച് അതൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഇതിന് കാശ് എവിടുന്ന് വന്നു ഈ സിനിമയ്ക്ക്? ഇതിന്റെ ഇപ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കേരളത്തിൽ ബുക്കിംഗ് ഫുള്ളാണ് കാണിക്കുന്നത്. തിയേറ്റർ കാലിയായി കിടക്കുന്ന ആൾക്കാർ പറയുന്നത്. തിയേറ്ററിൽ 10 പേരില്ല, പക്ഷെ ഹൗസ്ഫുൾ ആയിട്ടാണ് ബുക്ക് മൈ ഷോയിൽ കാണിക്കുന്നത്. ബുക്ക് മൈ ഷോയിൽ ആരാണ് ബുക്ക് ചെയ്യുന്നത്? ഏത് കാർഡ് ഉപയോഗിച്ചിട്ടാണ് ബുക്ക് ചെയ്യുന്നത്? ഏത് ക്രെഡിറ്റ് കാർഡ്, ഏത് പേയ്മെന്റ് സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്? ഇത് കംപ്ലീറ്റ് ചെക്ക് ചെയ്യേണ്ടതാണ്. ഈ സിനിമ ബ്ലാക്ക് മണി വെച്ചാണ് നടത്തുന്നത്, ഒരു സംശയമില്ല. ഇതിൽ കംപ്ലീറ്റ് ബ്ലാക്ക് വൈറ്റ് ആക്കി മാറ്റുകയാണ്. ഇതിന്റെ നേരെ സീരിയസ് ആയിട്ടുള്ള ഒരു NIAയുടെ എൻക്വയറി വേണം. എങ്ങനെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്? ഇതിന്റെ കാശ് എവിടുന്ന? ഇത് ആദ്യമായിട്ടല്ല, നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ട്. എന്റെ കൂടെ RVS മണി എന്ന് പണ്ട് അണ്ടർ സെക്രട്ടറി ഹോം ഉണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തു. 26/11 നടന്നപ്പോൾ അദ്ദേഹമായിരുന്നു കൺട്രോൾ റൂമിൽ ഉണ്ടായിരുന്നത്. അദ്ദേഹം എൻ്റെ അടുത്ത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു. എൻ്റെ അടുത്ത് ആ ക്ലിപ്പ് ഇപ്പം ഇല്ല, പക്ഷെ അങ്ങനെ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ നടക്കുന്ന മിക്ക സിനിമകളും പ്രൊഡ്യൂസ് ചെയ്യുന്നത് അണ്ടർവേൾഡിന്റെ പൈസ വെച്ചിട്ടാണ്. ഗൾഫ് എന്ന് പറഞ്ഞ ഇല്ലീഗലായിട്ട് പൈസ വെച്ചിട്ടാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ പ്രൊഡ്യൂസറും ചില സിനിമകളുടെ പേര് അനൗൺസ് ചെയ്യും, കാശ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, അഡ്വാൻസ് കൊടുക്കും, പിന്നെ സിനിമയുടെ അഡ്രസ് ഉണ്ടാവില്ല. അങ്ങനെ കുറെ സിനിമകൾ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം ബ്ലാക്ക് മണി വൈറ്റ് ആക്കി മാറ്റുകയാണ്. ഇതാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഈ സിനിമ പാസ്സാക്കിയ ആൾക്കാരാവട്ടെ, ഇതിന്റെ ഡയറക്ടർ ആവട്ടെ, ഇതിന്റെ പ്രൊഡ്യൂസർ ആവട്ടെ, ഇവരെയൊക്കെ BJP ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ്, സ്റ്റേറ്റ്, കേരള സ്റ്റേറ്റിൽ ഇപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. സെൻട്രൽ ഗവൺമെന്റ് ലെവലിൽ ഇതിന്റെ അഗേൻസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങണം. മോഹൻലാൽ ആൾക്കാരെ, ഞാൻ പറഞ്ഞില്ലേ, നല്ലൊരു അഡ്മയർ ചെയ്യുന്ന ആക്ടറായിരുന്നു മോഹൻലാൽ. പക്ഷെ ഇപ്പൊ മോഹൻലാലിന് കൂടി ഒരു അഡ്മിറേഷനൊക്കെ പോയി. അദ്ദേഹം പറഞ്ഞ വായിച്ചിട്ടില്ല എന്നൊക്കെ കേട്ടത്. ഇപ്പൊ ഞാൻ എങ്ങനെയാണ് ഒരു സിനിമ ആക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സ്ക്രിപ്റ്റ് വായിക്കാൻ എങ്ങനെയാണ് സിനിമ ആക്ട് ചെയ്യാൻ പോകുക? ആക്ട് ചെയ്യാൻ നിങ്ങൾ ഡബിങ് ചെയ്യില്ലേ? അപ്പൊ നിങ്ങൾക്ക് അറിഞ്ഞൂടെ. ഫൈനൽ അത് കഴിഞ്ഞ് റഷ് കാണില്ലേ നിങ്ങൾ? അത് കഴിഞ്ഞ് ഫൈനൽ സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് കോപ്പി കാണുന്നില്ലേ? നിങ്ങൾ സിനിമയുടെ ഫസ്റ്റ് ഷോന് പോയിരുന്നില്ല 6 മണിക്ക്, അപ്പൊ നിങ്ങൾ കണ്ടില്ലേ ഇതൊക്കെ? അന്ത പുറത്തു വന്ന് പറയാണ്ടിരുന്ന ഈ സിനിമ ശരിയല്ല, ഇത് വിഡ്രോ ചെയ്യണമെന്ന്. അതാണ് വേണ്ടത്. ഇപ്പോഴും ഞാൻ പറയുന്നു,
സിനിമയുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അത് ഇവർ കോടതി പോകും, വലിയ കുഴപ്പമൊക്കെ ഉണ്ടാക്കും. പക്ഷെ ഈ സിനിമ പാസ് ചെയ്ത ആൾക്കാർ, ഈ സിനിമ ഡയറക്ട് ചെയ്ത ഡയറക്ടർ, പ്രൊഡ്യൂസർ, ഇവരുടെയൊക്കെ ബാക്ക്ഗ്രൗണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ഈ പൈസ എവിടുന്നാ വന്ന്, ഈ തിയേറ്റർ ബുക്കിംഗ് എങ്ങനെയാണ് നടക്കുന്നത്, ഓരോ മോളിലും ഓരോ സ്റ്റാൻഡ് അലോൺ തിയേറ്റേഴ്സ് എങ്ങനെ നടക്കുന്നു, അത് കംപ്ലീറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. അത് ഇൻകം ടാക്സ് ആവട്ടെ, ED ആവട്ടെ, CBI ആവട്ടെ, ഈ പറഞ്ഞ NIയും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതാണ്. because നമുക്കറിയാം ഇതിന്റെ ഡയറക്ടർ തന്നെയാണ് പൃഥ്വിരാജാണ് ഹലാൽ ഫ്ലാറ്റ് സർട്ടിഫൈ ചെയ്ത ആള്. നമുക്ക് എല്ലാവർക്കും അതിനെ പറ്റി മറക്കാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാളാണ് ഇങ്ങനത്തെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തത്. ഗോദ്രയെ പറ്റി കാണിക്കാണ്ട് ഗുജറാത്ത് റൈറ്റ്സിനെ പറ്റി കാണിക്കുന്നു. അത് നടക്കാത്ത ഒരു ശൂലം കുത്തി ഒരു മുസ്ലിം സ്ത്രീയെ റേപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞത് അത് പ്രഗ്നന്റ് ആയിട്ടുള്ള അത് നടന്നിട്ടില്ല ഇൻസിഡന്റ്. കോടതി ചോദിച്ച് പ്രൂഫ് ചോദിച്ചപ്പോൾ ഉണ്ടായിരുന്നില്ല. അത് ആ തീസ്ത സെറ്റിൽപാടും ഇവരൊക്കെ പറഞ്ഞുണ്ടാക്കിയ ഓരോ കഥകളായിരുന്നു അതൊക്കെ. സുപ്രീം കോടതി ക്ലീൻ ചിറ്റ് കിട്ടിയാണ് മോദിജിക്ക്, അമിത്ഷാജി. പിന്നെ എങ്ങനെ ഇത് കുത്തിപ്പൊക്കി കൊടുക്കുന്നത്? ഇതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ പറയും ഇല്ല സിനിമയായിട്ട് കാണണം. എന്നാ പിന്നെ കേരള സ്റ്റോറി എന്ത് പറ്റി? അവിടെ നിങ്ങൾ പറഞ്ഞു 3000 ഒന്നും ഇല്ല, 3 പേരെ പോയിട്ടുള്ളൂ കേരളത്തിൽ നിന്ന് പറഞ്ഞു. അപ്പൊ അത് സിനിമയായിട്ട് കാണാൻ പറ്റില്ല. അപ്പൊ വേറൊരു ഇരട്ടത്താപ്പാണ് അവിടെ വരുന്നത്. ഇത് ഇൻവെസ്റ്റിഗേറ്റിന് സമയമായി കഴിഞ്ഞു. സിനിമ എന്തായാലും റിലീസായി. പക്ഷെ ഈ മോദി ഗവൺമെന്റിന് ഇതിന് വലിയൊരു ഡാമേജ് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാനും ഇതിനെപ്പറ്റി ട്വീറ്റ് ചെയ്തായിരുന്നു. ഇതിന്റെ പിന്നില് കളിച്ച കളി എല്ലാവരും ആരായാലും കുഴപ്പമില്ല, അവരൊക്കെ പൊക്കേണ്ട സമയമായി കഴിഞ്ഞു. തീർച്ചയായും വ്യക്തമാണ് സർ. എമ്പുരാൻ സിനിമ കൂടുതൽ ചർച്ചയാകുന്നു. ഒപ്പം എമ്പുരാൻ സിനിമയിലെ സെൻസർ ബോർഡ് എങ്ങനെ ക്ലീൻ UA സർട്ടിഫിക്കറ്റ് ലഭിച്ചു, അവരെങ്ങനെ നൽകി എന്നുള്ള ചോദ്യം വളരെ വളരെ പ്രസക്തമാണ്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.